സുഹൃത്തുക്കളെ, രണ്ട് നല്ല മനുഷ്യരെ അല്ലെങ്കിൽ നല്ല രണ്ട് വ്യക്തിത്വത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആരാണെന്ന് വെച്ചാൽ വേടനും അതേപോലെ തന്നെ വേടൻ്റെ അമ്മ ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ ഒരു ചേച്ചിയുമാണ്. മനുഷ്യ സ്ത്രീ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കരുതലിൻ്റെ, അതുമല്ലെങ്കിൽ ഒരു എളിമയുടെയൊക്കെ ഒരു പ്രതീകമായിട്ടുള്ള, അല്ലെങ്കിൽ വിദ്യാഭ്യാസവും വിവരവും എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംസാര രീതിയും ഒക്കെയാണ് ആ ചേച്ചിയുടെ പ്രത്യേകത. അങ്ങനെയുള്ള ഒരാൾ വേടന് സമ്മാനമായിട്ട് അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അമ്മയുടെ ഫോട്ടോയുമായി വേടൻ്റെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ആ ഫോട്ടോ വേടന് സമ്മാനിക്കുകയും വേടൻ ആ ഒരു ഫോട്ടോ കണ്ട സമയത്തുള്ള റിയാക്ഷൻസുമാണ് ഈ ഒരു വീഡിയോ. ആദ്യം നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. കണ്ടില്ലേ? ആ വീഡിയോ കണ്ടിട്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മയെ കണ്ടിട്ട്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ ഓർമ്മകൾക്ക് മുൻപിൽ അവൻ വിതുമ്പുകയാണ്. തൻ്റെ മകൻ ഒരു നാൾ ഒരു വലിയൊരു പാട്ടുകാരനാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആകുമ്പോൾ എൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്ന്, അല്ലെങ്കിൽ അവൻ വലിയൊരാളായി നാളെ മാറുമെന്ന് ആ അമ്മ മരിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ ഒരു ചേച്ചിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. മകൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ വലിയൊരാളായി തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ തങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമവും കഷ്ടപ്പാടുകളും തൻ്റെ മക്കളത് അനുഭവിക്കരുതെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മമാരും ഒക്കെയാണ് ലോകത്ത് എല്ലായിടത്തും ഉള്ളത്. അതേപോലെ തന്നെ ഒരു അച്ഛനും അമ്മയും, അല്ലെങ്കിൽ അതേപോലെ ഒരു അമ്മ തന്നെയായിരുന്നു വേടൻ്റേതും. പക്ഷേ ആ അമ്മയ്ക്ക് മകൻ്റെ ഈ ഒരു ഉയർച്ച കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വിഷമകരമായ ഒരു കാര്യമാണ്. പക്ഷേ സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് വേടന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും അമ്മമാരാണ്. എത്ര പേരാണെന്നറിയോ, വേട എൻ്റെ മോനാടാ നീ, അല്ലെങ്കിൽ എനിക്ക് ജനിക്കാതെ പോയ മോനാടാ നീ, അല്ലെങ്കിൽ മോനെ ഞാനുണ്ടാ നിനക്കെന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതികൾ തന്നെ ആ രീതിയിലേക്കാണ്. എത്ര ആയിരം അമ്മമാരുണ്ട് വേടാ നിനക്ക്, എത്ര ആയിരം അനുജത്തിമാരും അനുജന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും, അങ്ങനെ എത്ര ആളുകളുണ്ടാ നിനക്ക്. അസൂയ തോന്നുകയാണ് നിന്നോട്. ആ ഒരു അസൂയ കൊണ്ടായിരിക്കണം ഒരു പക്ഷേ RSSനും BJPക്കും ഒക്കെ ഇവരോട് ഇത്ര ദേഷ്യം. കഷ്ടം തന്നെ. അത് ഒരു മനുഷ്യനാണ്, അല്ലെ അവനൊരു ഹൃദയമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനാടാ നമ്മളൊക്കെ.